ഹലോ, നമുക്കിന്നൊരു കുക്കീസ് ഉണ്ടാക്കിയാലോ? വീട്ടിൽ തന്നെ നമുക്ക് കുട്ടികൾക്ക് കുക്കീസ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അത് ഓവനും ബീറ്ററും ഒന്നും വേണ്ട, കേക്ക് ടിന്നോ ഒന്നും വേണ്ട, നമുക്ക് തന്നെ കുട്ടികൾക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതിൻ്റേതായ നമുക്കൊരു സന്തോഷമാവുമല്ലോ കുട്ടികൾക്ക് നമ്മൾ കൈ കൊണ്ട് തന്നെ കുക്കീസ് ഉണ്ടാക്കി കൊടുക്കുന്നു. അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ 2 കപ്പ് പഞ്ചസാരപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഒരു 1.5 കപ്പ് പഞ്ചസാര പൊടിച്ചാൽ 2 കപ്പ് പഞ്ചസാരപ്പൊടി കിട്ടും. അതിൻ്റെ കൂടെ 1 കപ്പ് ബട്ടർ. ഇപ്പം നമ്മൾ ഏത് പാത്രമാണ് എടുക്കുന്നത് അതാണ് ഒരു അളവ് എടുത്തിരിക്കുന്നത്. ഗ്ലാസ് ആണെങ്കിലും കപ്പാണെങ്കിലും എന്തായാലും. പിന്നെ അതിലേക്ക് ബട്ടർ ഇട്ടിട്ട് നല്ലതായിട്ട് തേച്ച് നമുക്ക് പതഞ്ഞ് വരും, നല്ലതായിട്ട് പേസ്റ്റ് പോലെ ആകും. അതുപോലെ ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്കതിനകത്തോട്ട് നല്ല പേസ്റ്റ് പോലെ ആയി കഴിയുമ്പോഴത്തേക്ക്, അതായത് ബട്ടറും പഞ്ചസാരപ്പൊടിയും കൂടെ രണ്ടും കൂടെ യോജിച്ച് കഴിയുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് 2 കപ്പ് മൈദ ചേർക്കുക. പിന്നെ അതിനകത്ത് നമ്മൾ ഏത് എസൻസ് ആണോ ചേർക്കുന്നത്, നമുക്ക് വേണമെങ്കിൽ ഏത് ഫ്ലേവറാണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഏലക്കാപ്പൊടി വേണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ പൈനാപ്പിളിൻ്റെ എന്തെങ്കിലും എസൻസ് ഉണ്ടെങ്കിൽ ഒരു സ്വല്പം ഒഴിക്കുക, ഒരു 1/2 ടീസ്പൂണൊക്കെ ഒഴിച്ച് നമുക്ക് അതുകൂടെ ചേർത്ത് നമുക്കെല്ലാം കൂടെ ഒന്ന് കുഴച്ചെടുക്കണം. ഇച്ചിരി സമയം എടുത്ത് വേണം ചെയ്യാൻ. അപ്പോൾ അത് നല്ലതായിട്ട് കുഴച്ചിട്ടൊരു ബോൾ പരുവത്തിൽ, അതായത് നമ്മുടെ ചപ്പാത്തി കുഴയ്ക്കുന്ന പോലെ തന്നെ ഒരു ഡോ ഉണ്ടാക്കിയെടുക്കണം. അത് നല്ലതായിട്ട് ഡോ ഉണ്ടാക്കി എടുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കത് പിന്നെ കൗണ്ടർ ടോപ്പിൽ വെച്ച് തന്നെ ഇത് നമുക്ക് പരത്തിയെടുക്കുമ്പോൾ നമുക്ക് കുക്കീസിൻ്റെ വലിപ്പം അറിയാമല്ലോ. അപ്പോൾ അതുപോലെ ഒരുപാടങ്ങ് തിന്നാകണ്ട, ഒരു ഇച്ചിരി കട്ടിക്ക് വേണം എടുക്കാനായിട്ട്. അത് എന്നിട്ട് നമുക്ക് കുക്കി കട്ടറൊന്നും വേണ്ട, നമുക്ക് ഒരു അടപ്പ് എടുത്താൽ മതി, ഒരു ടിന്നിൻ്റെ അടപ്പ് എന്തെങ്കിലും എടുത്താൽ മതി. അതിലോട്ട് ഇച്ചിരി മൈദയൊന്ന് മുക്കിയിട്ട് നമുക്ക് അത് കട്ട് ചെയ്ത് എടുക്കണം. അത് നമ്മൾ എടുക്കുമ്പോൾ പരത്തുമ്പോൾ തന്നെ ഇതിങ്ങനെ വിട്ടു പോകും, അതായത് പഞ്ചസാരയും ഇതും കൂടെ അല്ലേ ചെയ്യുന്നത്, അപ്പോൾ അതങ്ങ് വിട്ടു പോകും. അത് നമ്മൾ യോജിപ്പിച്ചാൽ മതി. അത് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്കത് പരത്തിയെടുക്കണം. അപ്പോൾ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ, പിന്നെ ബെൽ ബട്ടണിലും കൂടെ ഒന്ന് ഓൾ എന്നുള്ള ഓപ്ഷനിൽ തൊട്ടാൽ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പം ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ഇതുപോലെ കുഴച്ചെടുക്കുക. മൈദയും കൂടി ഇട്ടിട്ട് കുഴച്ചെടുത്തിട്ട് നമുക്ക് അത് ഞാൻ വെക്കുന്നത് കുക്കറിലാണ്. നമുക്ക് ചെരുവോ ആണെങ്കിലും മതി, എന്തായാലും മതി. ഒരു പാത്രത്തിലിട്ട് ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ബട്ടർ പേപ്പർ ഉണ്ടാക്കാൻ പറ്റും. കാരണം നമ്മുടെ ബുക്ക് പേപ്പറിൽ കുറച്ച് ഓയിൽ പുരട്ടിയിട്ട് അത് വെച്ചാൽ മതി. അപ്പോൾ അതും ബട്ടർ പേപ്പറും ആയി. അപ്പോൾ അതിന് ബട്ടർ പേപ്പറിനായിട്ട് നമ്മൾ പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ അടപ്പ് കൊണ്ട് അടച്ച് ഇങ്ങനെ എടുത്തെടുത്ത് അതിലെ പാത്രത്തിലോട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു മുട്ട അടിച്ചിട്ട് ഒന്ന് ബ്രഷ് ചെയ്യണം. വേണമെങ്കിൽ മതി, നമുക്ക് മുട്ട പതപ്പിച്ച് ചേർത്താൽ മതി. പിന്നെ വേണ്ടെങ്കിൽ അത് നമുക്ക് മുട്ട ചേർക്കണമെന്നില്ല. പിന്നെ ഇതുപോലെ പാത്രത്തിലോട്ട് ഞാൻ കേക്ക് ടിന്നുള്ളത് കൊണ്ട് അതിനകത്തോട്ട് എടുത്ത് കുക്കറിനകത്തോട്ട് വെച്ച് ഒരു 20 മിനിറ്റ് 10 മിനിറ്റ് ആദ്യമേ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യണം. അതിനുശേഷം നമ്മൾ ഒരു 20 മിനിറ്റ് വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് റെഡിയാകും. അത്രയും സമയം മതി. അത് ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ കളറൊക്കെ മാറും. അപ്പം നമുക്ക് തൊടുമ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കുമ്പോൾ സോഫ്റ്റ് പോലെ തോന്നും. പക്ഷേങ്കിൽ നമ്മൾ എടുത്ത് കഴിഞ്ഞ് കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോൾ ഇതങ്ങ് കട്ടിയാകും, അപ്പം നല്ല ക്രിസ്പി ആകും. അപ്പോൾ അതുപോലെ നിങ്ങളൊന്ന് ചെയ്ത്, ഇത് ഞാൻ ഓവനകത്ത് വെക്കാൻ വേണ്ടി എടുത്തതാണ്. അപ്പം കുറച്ച് മുട്ട തേച്ചതുകൊണ്ട് മുട്ട തേക്കാത്തതുകൊണ്ട് എനിക്ക് മുട്ട തേച്ചതിനോട് വലിയ താല്പര്യമില്ല. അതുകൊണ്ട് ഇതിനകത്ത് വേണമെങ്കിൽ തന്നെ ഇത് മുട്ട തേക്കാത്തതാണ്, മുട്ട മുകളിൽ സ്പ്രെഡ് ചെയ്യാത്തതാണ്. ഇത് മുട്ട തേച്ച് ഇപ്പുറത്തത് കളറുള്ളത് മുട്ട പുറത്ത് പുരട്ടിയതാണ്. ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് എള്ള് വേണമെങ്കിൽ ചേർക്കാം, നട്ട്സ് വേണമെങ്കിൽ പൊടിച്ചൊക്കെ ചേർക്കാം. അപ്പോൾ ഇനി എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.